മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. മഴയെ അതിജീവിച്ചുകൊണ്ടാണ് ഇത് ആർമിയിൽ 24 മണിക്കൂർ കൊണ്ട് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ, അതും അതിസാഹസികമായ ഒരു പ്രദേശം ആണ്. വളരെ ചലഞ്ചിങ് ആയ ഒരു വെല്ലുവിളിയാണ് ഇന്ത്യൻ ആർമി ഏറ്റെടുത്ത് നടപ്പാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയവർ അവിടെ നിന്ന് പരസ്പരം ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ദുരന്തമുഖത്തേക്ക് എത്താൻ ഈ ബെയിലി പാലത്തിലൂടെ ഇനി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. നമ്മുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ, TV പ്രസാദ്, മുബഷീർ പി അക്ബർ, സാനിയ മനോമി തുടങ്ങിയവർ അവിടെയുണ്ട്. മുബഷീർ അവിടെയുണ്ട്. മുബഷീർ, മഴ പെയ്യുന്നുണ്ട്, പക്ഷേ 24 മണിക്കൂർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് 195 അടി നീളത്തിലുള്ള ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു അല്ലേ ആർമി? ഹലോ 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 ചരിത്ര ദൗത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അരുൺകുമാർ. ഒടുവിൽ അത് ആർമി പൂർത്തിയാക്കിയിരിക്കുന്നു. രക്ഷാദൗത്യത്തിന് ഇനി വേഗത കൂടും. വളരെ വേഗത്തിൽ ആ രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ സൈനിക മേധാവി ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ ഒരു മേഖലയിൽ നിന്ന് മടങ്ങുന്ന കാഴ്ച. അല്പസമയം മുമ്പാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞ് സൈനിക മേധാവിയുടെ വാഹനം തന്നെ ഈ ഒരു പാലത്തിന് മുകളിലേക്ക് കയറ്റിക്കൊണ്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു നീക്കം ആരംഭിച്ചത്. അതിലൂടെയായിരുന്നു ഈ ഒരു പാലം തുറന്നു കൊടുത്തത് എന്ന് വേണം പറയാം. പാലം ഇപ്പോൾ പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ട മുഴുവൻ സേനാംഗങ്ങളെയും അദ്ദേഹം അഭിവാദ്യം ചെയ്തു. ഇപ്പോൾ ഇവിടെ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്തിരുന്ന മേജർ സീതാ ഷെൽക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ദൗത്യമായിരുന്നു. പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു, കനത്ത മഴയുണ്ടായിരുന്നു, ഊണും ഉറക്കവും ഇല്ലാത്ത ഭക്ഷണമൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ ആർമി ഇത് ഏറ്റെടുത്തത്, പൂർത്തിയാക്കിയത്. കുത്തിയൊലിച്ചു വരുന്ന പുഴയ്ക്ക് കുറുകെ വലിയ രക്ഷാദൗത്യം എളുപ്പമാക്കാൻ പാകത്തിലുള്ളൊരു സംവിധാനം അവർ ഒരുക്കി തന്നിരിക്കുന്നു. വാഹനം അതിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ ഇനി ദ്രുതവേഗതയിൽ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുമെന്ന് അവർ തെളിയിച്ചു കാണിച്ചു തന്നിരിക്കുന്നു. അപ്പുറത്തുള്ള നമ്മുടെ സഹജീവികൾ അവിടെ അകപ്പെട്ടിരിക്കുന്ന ഇനിയും കാണാമറയത്തുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തുന്ന അതത് സമയങ്ങളിൽ കൃത്യമായി മറുകരയിലേക്ക് നമുക്ക് എത്തിക്കാം. ആശുപത്രിയിലേക്ക് ഇനി മാറ്റാൻ സാധിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ആർമി സേനാംഗങ്ങൾ അവർ ഭാരതത്തിന് ജയ് ഹിന്ദ് വിളിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് വീണ്ടും അടുത്ത സേവനത്തിനായി ഇറങ്ങുകയാണ്. ശക്തമായ മഴ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് അരുൺകുമാർ. ഒരു തരത്തിലും മഴയോടൊന്നും തന്നെ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പിന്തിരിയുന്നില്ല എന്നുള്ളതാണ്. അടുത്ത പ്രവർത്തനത്തിലേക്കായി അവർ ഇറങ്ങുന്നു. ഇപ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ തന്നെ ഈ മേഖലയിലൂടെ കടത്തിവിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ സഹായകരമായൊരു ദൗത്യം ആർമിയുടെ നേതൃത്വത്തിൽ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന താൽക്കാലിക പാലവും ആർമിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. പക്ഷേ ശക്തമായ കുത്തൊഴുക്കിൽ ഏത് സമയവും വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആ ഒരു പാലത്തിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഈ ബെയിലി പാലം എത്തുന്നതോടുകൂടി അതൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ അവർ വീണ്ടും അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയം അവർ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇത് ആവർത്തിക്കാൻ കഴിയുമെന്ന ഒരു ഉറച്ച പ്രഖ്യാപനം കൂടിയായി ഈ ഒരു പാലത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതിന്റെ നിർമ്മാണത്തെ, അതിനുവേണ്ടി എടുത്ത പ്രയത്നത്തെ, അതിന്റെ കഠിനാധ്വാനത്തെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. പ്രതികൂല കാലാവസ്ഥയിലും രാവും പകലും ഒന്നും തന്നെ നോക്കാതെ അവർ ഈ പാലത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു, കഠിനാധ്വാനം ചെയ്തു. അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സേനാംഗങ്ങളോടൊപ്പം നമ്മുടെ നാട്ടിലെ പ്രാദേശിക രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ നാട്ടുകാരായ മനുഷ്യരും അണിചേർന്നപ്പോൾ കണ്ട കാഴ്ച ഒരുപക്ഷെ നമ്മുടെ ഐക്യത്തിന്റെ വലിയൊരു സന്ദേശം പകരുന്നൊരു കാഴ്ച തന്നെയായിരുന്നത്. അവരിവിടെ പല വാഹനങ്ങളിലായി എത്തിച്ച, ഡൽഹിയിൽ നിന്നും അല്ലെങ്കിൽ UP-യിൽ നിന്നുമൊക്കെ തന്നെ എത്തിച്ച അതിൻ്റെ സാമഗ്രികൾ, ഉപകരണങ്ങൾ, വലിയ തൂക്കമുള്ള ഇരുമ്പ് തണ്ടുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ തോളിലേറ്റിക്കൊണ്ട് ആ ഒരു മനുഷ്യർ കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന കാഴ്ചയായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവ് പകർത്തുന്ന ദൃശ്യങ്ങളിലേക്ക് തത്സമയം പോകുമ്പോൾ നമുക്ക് കാണാം, സൈനിക മേധാവിയുടെ വാഹനം ആ ഒരു പാലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. മറ്റു വാഹനങ്ങൾക്കും ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നൊരു സന്ദേശം പകർന്നുകൊണ്ടുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ഇടപെടൽ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പല മേഖലകളിലായി
നമ്മുടെ സേനാംഗങ്ങൾ തുടരുന്നുണ്ട്. ദൗത്യം പല സേവനങ്ങളായി തന്നെ അവർ തുടരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനം തന്നെയായിരുന്നു ഈ പാലത്തിൻ്റെത്. അതിൻ്റെ നിർമ്മാണ ഘട്ടം മുതൽ നമ്മളത് കാണുന്നതാണ്. പുലർച്ചെയൊക്കെ തന്നെ അവർ ഒരു തരത്തിലും മാറി നിൽക്കാതെ ഉറക്കത്തിലേക്കൊന്നും തന്നെ പോകാതെ ഇവിടെ പ്രയത്നിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർക്ക് ബ്രെഡ് പോലെയുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചെളി പുരണ്ട കൈകളിൽ അവർ ആ ഒരു ബ്രെഡ് കഴിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ അത് എത്രത്തോളം നമ്മുടെ മനുഷ്യരുടെ ഐക്യത്തെ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനത്തെ വിളിച്ചു പറയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഇവിടെ തടിച്ചുകൂടിയ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ എത്തിച്ചേർന്ന ഇവിടെയുള്ള രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട മനുഷ്യർ, TDRF പോലെയുള്ള സംഘടനകളെയും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 4-5 വരുന്ന മനുഷ്യർ ചേർന്നുകൊണ്ടായിരുന്നു വലിയ തൂക്കമുള്ള വലിയ ഭാരമുള്ള ഈ പാലത്തിന് മുകളിൽ സ്ഥാപിക്കാൻ ആവശ്യമായിരുന്ന ഇരുമ്പ് പാളികളൊക്കെ തന്നെ ചുമലിലേറ്റിക്കൊണ്ട് നടന്നുപോയി അവിടെ എത്തിച്ചിരുന്നത്. അതിനിടയിൽ ചില ആളുകൾക്കൊക്കെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടാക്കി. ഈ പാലത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തന്നെ അവരുടെ കാലിൽ പറ്റിയതിനെ തുടർന്ന് രക്തം ചോർന്ന് ഒലിക്കുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരതിൽ നിന്നൊന്നും തന്നെ പിന്തിരിഞ്ഞില്ല. അത് മുന്നോട്ട് നയിച്ചു, മുന്നോട്ട് തുടർന്നു. അത് ആ പാലമായി തന്നെ നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. എന്തായാലും വലിയ ഒരു വിജയമാണ് ആർമിയെ സംബന്ധിച്ച്, രക്ഷാദൗത്യത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. വലിയ തിരിച്ചടികൾ, വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇവർക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ, വരും സമയങ്ങളിൽ ഒരുപാട് സംവിധാനങ്ങൾ, അതായത് മറുകരയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവനറ്റ നമ്മുടെ സഹജീവികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു മനുഷ്യരെയൊക്കെ തന്നെയാണെങ്കിലും പരിക്കേറ്റ ആളുകളൊക്കെ തന്നെയാണെങ്കിലും വളരെ വേഗത്തിൽ നമുക്ക് മറുകരയിലെത്തിക്കാൻ സാധിക്കും.